ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്തിനായി അണിയറയിൽ ചരടുവലികൾ നടക്കുകയാണ്. കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കൾ പലരും മന്ത്രിക്കുപ്പായം തയ്ച്ച് ഒരവസരത്തിനായി കാത്തു നിൽക്കുകയാണ്. കിങ് മേക്കർ കാമരാജിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നു. മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി തുടങ്ങിയവരുടെ പേരുകൾ ശക്തമായി ഉയർന്നു വന്നെങ്കിലും ഒടുവിൽ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് നറുക്കുവീണു. ഉത്തർപ്രദേശിലെ മുഗൾ സാരായിലെ ശാരദാ പ്രസാദ് റാം ദുലാരി ദമ്പതികളുടെ മകൻ ഇന്ത്യയുടെ രണ്ടാമത് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നെഹ്റുവിനെ പോലൊരു പ്രതിഭ ഇരുന്ന സ്ഥാനവും ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. 65-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് രാജ്യത്തെയാകെ ഒന്നിച്ചു നിർത്തി. ഒടുവിൽ അപ്രതീക്ഷിതമായൊരു വിയോഗത്തിലൂടെ നിഗൂഢമായൊരു ഏട് സമ്മാനിച്ച് പടിയിറക്കം. 1965-ലെ യുദ്ധത്തിലേറ്റ പരാജയത്തെ തുടർന്ന് പാകിസ്ഥാൻ ഒരു സമാധാന സന്ധിക്ക് തയ്യാറായിരിക്കുന്നു. ലാളിത്യവും ധീരതയും കൗശലവും ഒത്തുചേർന്ന ഒരു ഭരണാധികാരിയാണ് ശാസ്ത്രിയെന്ന് പാകിസ്ഥാനും അയൂബ് ഖാനും തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത്. 6 അടിയിലധികം ഉയരമുണ്ടായിരുന്ന അയൂബ് ഖാൻ തന്നേക്കാൾ ശാരീരികമായി ചെറുതായിരുന്ന ശാസ്ത്രിയെ പലയിടങ്ങളിലായി വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു. യുദ്ധാനന്തരം യഥാർത്ഥ ശക്തി എന്താണെന്ന് അയൂബ് ഖാൻ തിരിച്ചറിഞ്ഞു. അന്നുവരെ പാകിസ്ഥാന്റെ ആക്രമണം ചെറുത്തുനിന്ന ഇന്ത്യ ആദ്യമായി പാക് മണ്ണിലേക്ക് കയറി തിരിച്ചടിച്ചു. ആകെ പരിഭ്രമിച്ചുപോയ അയൂബ് ഖാൻ സമാധാനത്തിനായി ഓടി നടന്നു. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കണ്ടിൽ വെച്ച് സന്ധി ചെയ്യാൻ ധാരണയായി. യുദ്ധത്തിൽ ഇന്ത്യ ലാഹോറിന്റെ 5 കിലോമീറ്റർ ദൂരം വരെയുള്ള സ്ഥലങ്ങൾ പിടിച്ചെടുത്തെങ്കിലും കരാർ പ്രകാരം യുദ്ധം ആരംഭിച്ച സമയത്തുള്ളതുപോലെ തന്നെ കാര്യങ്ങൾ മാറി. പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു കൊടുത്തു. യുദ്ധവിജയം ഇന്ത്യക്കായിരുന്നുവെങ്കിലും കരാർ പ്രകാരം ഇന്ത്യയുടെ നേട്ടങ്ങളെല്ലാം തഴയപ്പെട്ടു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഹാജിപൂർ പാസ് ഇന്ത്യ പിടിച്ചെടുത്തുവെങ്കിലും കരാർ പ്രകാരം ഇതും തിരിച്ചു കൊടുക്കേണ്ടി വന്നു. 1966 ജനുവരി 10 താഷ്കന്റ് കരാർ നിലവിൽ വന്നതോടെ കാര്യങ്ങൾ പഴയപടിയായി. ഏതാണ്ട് 10 മണിയോടെ ശാസ്ത്രിജി ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി. അന്നത്തെ ദിവസം ചെറിയ അളവിൽ സസ്യാഹാരം കഴിച്ച ശേഷം വീട്ടിലേക്ക് ഫോൺ ചെയ്തു. 11:30 സഹായി രാംനാഥ് കൊണ്ടുവന്ന ഒരു ഗ്ലാസ് പാൽ കുടിച്ച് ഉറങ്ങാൻ കിടന്നു. പക്ഷേ 2 മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിന് ശക്തമായ ചുമയാരംഭിച്ചു. ശേഷം പേഴ്സണൽ ഡോക്ടർ RN ചുങ് എത്തി പരിശോധിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഹൃദയാഘാതം എന്നതായിരുന്നു നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ ധൃതിപ്പെട്ട് മൃതദേഹം ഇന്ത്യയിലെത്തിച്ച് സംസ്കരിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ശരീരത്തിൽ നീലനിറവും മുറിപ്പാടുകളും ഉണ്ടായിരുന്നു എന്നത് കുടുംബാംഗങ്ങൾ വെളിപ്പെടുത്തി. താഷ്കന്റിലെ പാചകക്കാരനെ ചോദ്യം ചെയ്തുവെങ്കിലും വിട്ടയച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണപ്പെട്ടതെങ്കിൽ ശരീരത്തിൽ നീലനിറം എങ്ങനെ വന്നു എന്നത് വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണമാണ്. കൂടാതെ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നതും അന്വേഷണത്തിലെ അനാസ്ഥയും സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. തുടർന്ന് ഗുൽസാരിലാൽ നന്ദ ഇടക്കാല പ്രധാനമന്ത്രിയായി. ശേഷം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ 3ാമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഈ കാലയളവിലൊന്നും തന്നെ ശാസ്ത്രിജിയുടെ മരണത്തിന്മേൽ കാര്യമായ അന്വേഷണങ്ങൾ ഉണ്ടായില്ല. അദ്ദേഹത്തിന് മുൻപൊരിക്കൽ ഹൃദയാഘാതം വന്നതുകൊണ്ട് തന്നെ ഇത് തന്നെയാകാം മരണകാരണമെന്ന് ചിലർ വിശ്വസിച്ചു. പക്ഷേ പൊതുജന മധ്യത്തിൽ സംശയങ്ങൾ ഉയർന്നു. സോവിയറ്റ് രഹസ്യാന്വേഷണ ഏജൻസി KGB, അമേരിക്കൻ ഏജൻസി CIA, ചൈന, INCയിലെ ചില നേതാക്കൾ തുടങ്ങി പലതരത്തിൽ സംശയങ്ങൾ നീണ്ടു. പക്ഷേ ഈ പ്രതിചേർക്കലുകളിൽ ഒന്നും തന്നെ വേണ്ടത്ര ആധികാരികതയില്ലാത്തതിനാൽ എല്ലാം വെറും സംശയങ്ങൾ മാത്രമായി നിന്നു. ഒടുവിൽ 1978 ജനതാ ഗവൺമെന്റിന്റെ കാലത്ത് രാജ്നാരായണൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. ഈ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകാൻ പോയ ഡോക്ടർ RN ചുങ് യാത്രാമധ്യേ കാർ അപകടത്തിൽ മരണപ്പെട്ടു. തുടർന്ന് ശാസ്ത്രിജിയുടെ സഹായി രാംനാഥും കമ്മിറ്റി മുൻപാകെ മൊഴി നൽകാൻ പോകവേ അദ്ദേഹം സഞ്ചരിച്ച സൈക്കിൾ അപകടത്തിൽപ്പെടുകയും അദ്ദേഹം കോമയിലായി പോവുകയും ചെയ്തു. ഇത്തരത്തിൽ അസാധാരണ സംഭവങ്ങൾ ശാസ്ത്രിജിയുടെ മരണത്തിന്മേലുള്ള ദുരൂഹത വർദ്ധിപ്പിച്ചു. ഒടുവിൽ 2009 വിവരാവകാശ നിയമപ്രകാരം ശാസ്ത്രിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടണമെന്ന ആവശ്യം നിരസിക്കപ്പെട്ടു. രാജ്യത്തിന്റെ അഖണ്ഡതയെയും വിദേശ ബന്ധത്തെയും ബാധിക്കുമെന്ന കാരണം പറഞ്ഞായിരുന്നു നിരസിച്ചത്. മറ്റൊരു കോൺസ്പിറസി തിയറി പറയുന്നത് ശാസ്ത്രിജി താഷ്കന്റിൽ വെച്ച് ഒരു വിശിഷ്ട വ്യക്തിയെ കണ്ടു എന്നതാണ്. അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യയിലെ ചില നേതാക്കൾ തന്നെയാണ്
ഇത് തടയാൻ ശാസ്ത്രിജിയുടെ മരണത്തിനായി ചരട് വലിച്ചത് എന്ന് പറയപ്പെടുന്നു. ശാസ്ത്രിജി കണ്ട വിശിഷ്ട വ്യക്തി ആരായിരുന്നു? അത് നേതാജിയാണോ? അറിയില്ല. നേതാജിയുടെ തിരോധാനം പോലെ തന്നെ ശാസ്ത്രിജിയുടെ മരണവും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി നമുക്ക് മുന്നിൽ തുടരുന്നു.